ഹർഷൻ പറഞ്ഞ അവസാനത്തെ പോയിന്റാണ് കറക്റ്റ്. അതായത് ഇതിൻ്റെ ആത്യന്തികമായിട്ട് ലാഭം ആർക്കാ? അത് BJP-ക്കാ, സംഘപരിവാരത്തിന്. എന്താ കാര്യം? അതായത് അവരുടെ രാഷ്ട്രീയ പ്രൊജക്റ്റാണിത്. അവരുടെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടുക കേരളം പോലൊരു സ്ഥലത്ത് എന്നതിലേക്ക് അവർ കാര്യങ്ങൾ എത്തിക്കുന്നു. അതിലിപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതാണെങ്കിൽ നിയമം മൂലം നിർബന്ധിതമാണ്, അതായത് ഒരർത്ഥത്തിൽ, അതായത് ഈ മുഴുവൻ പാടണം എന്നവർ നിയമമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി പാടിയാലും പാടിയില്ലെങ്കിലും ഇത് ചർച്ചയാണ്. ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞേ പോകാൻ പറ്റൂ. ഇപ്പോൾ സവർക്കറുടെ കാര്യം, ഒരു പെട്ടെന്നൊരു സ്കൂളിൽ ഒരു ചോദ്യം വരികയാണ്, ഏറ്റവും കൂടുതൽ ഇവിടെ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ശിക്ഷ കിട്ടിയ ആളാണ് എന്ന് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഈ ചർച്ച എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് VD സതീശൻ കേന്ദ്ര സർക്കാരിനോട് സംഘർഷമില്ലാതെ ഇങ്ങനെ പോകണം, ഞങ്ങളാട്ടിൽ കഴിച്ചൽ എന്ന് പറയുന്ന മീനുണ്ട്, ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്ന, അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്ന് പോകാം എന്നാണ് VD സതീശൻ വിചാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് തർക്കത്തിന് പോകേണ്ട എന്നത് അദ്ദേഹത്തിന് സാധിച്ചേക്കും പക്ഷേ രാഷ്ട്രീയം പറയാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയേയില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്ത് ഭരണം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്ന ബേസിന് മുകളിലാണ് അവർ സംഘടന ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായിട്ടാണ് ഇവർ ഓരോരോ സ്ഥാനത്തേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ട് മുകളിലേക്ക് വന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിൻ്റെ ഒരു പ്രതിനിധാന രൂപമാണ് നേതാവ്. VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയേണ്ടത്, ഇപ്പോൾ ഒരു കമ്പനിയുടെ CEO, അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ മുകളിലല്ല കമ്പനിയുടെ CEO ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഹെഡ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ മുകളിലല്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയത്തിന് മുകളിലുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ അയാൾക്ക് പൊളിറ്റിക്സ് പറയേണ്ടി വരും. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ BJP-ക്ക് സംഘപരിവാര രാഷ്ട്രീയത്തിനാകെ തന്നെയും മനോഹരമായിട്ട് അവർക്ക് സന്തോഷമേ ഉള്ളൂ ഇക്കാര്യം ചർച്ച ചെയ്യാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. അതുകൊണ്ടാണ് വന്ദേ മാതരം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. വന്ദേ മാതരത്തെ പറ്റിയുള്ള ചർച്ചകൾ സമൂഹത്തിൽ ആകെപ്പാടെ ഉണ്ടാകുന്നതിൽ BJP-ക്കും സംഘപരിവാരത്തിനും സന്തോഷമേ ഉള്ളൂ. സവർക്കറെ സംബന്ധിച്ച ഒരു ചർച്ച സമൂഹത്തിലാകെ ഉണ്ടാകുന്നതിൽ BJP-ക്കും സംഘപരിവാരത്തിനും സന്തോഷമേ ഉള്ളൂ. അവർക്ക് ഇതുവരെ കേരളത്തിൽ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞു തറപ്പിക്കാൻ, എറിഞ്ഞു തറപ്പിക്കാൻ, ആളുകളുടെ ആകെപ്പാടെ വിഷയമാക്കി മാറ്റാൻ കിട്ടുന്ന അസുലഭാവസരങ്ങളാണിതെല്ലാം. ഇതിനിയും കൂടും. കാരണം ഇത് ഓഗസ്റ്റ് 15 എത്തിക്കഴിഞ്ഞാൽ പാടിയാലും ചർച്ച, പാടിയില്ലെങ്കിലും ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എതിരഭിപ്രായം എന്താണ് എന്ന് ഇവിടുത്തെ മറ്റു പാർട്ടികൾക്ക് പറയേണ്ടതായിട്ട് വരും, CPIM-ന് പറയേണ്ടതായിട്ട് വരും, കോൺഗ്രസ്സിന് പറയേണ്ടതായിട്ട് വരും. ഇന്നിപ്പോൾ T. സിദ്ദിഖ് പറഞ്ഞല്ലോ, ഇന്ന് സംസാരിച്ച ആളുകളിൽ ഷാർപ്പായിട്ട് പറഞ്ഞ ആളാണ് T. സിദ്ദിഖ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളവരെ ആ രീതിയിൽ കണ്ടുകൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ നിലപാട് ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. CP ജോൺ സത്യത്തിൽ ഹർഷ, അതായത് CP ജോൺ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് അല്ലേ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഏക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മന്ത്രിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പറയുന്നത് അവസാന ഭാഗത്തൊരു ഭക്തി പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഭക്തിഗാനം നാട്ടിൽ പാടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് ഭക്തിഗാനം ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തിഗാനത്തിന് സവിശേഷമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരാൾ ഭക്തിഗാനം, ഇപ്പം നമ്മുടെ നാട്ടിൽ പരിപാടികൾ നടക്കുമ്പോൾ ഒരു വാങ്കുവിളി വരികയാണെങ്കിൽ എല്ലാവരും പ്രസംഗം നിർത്തും, ഇല്ലേ? ഒരു അമ്പലത്തിൽ പരിപാടി നടക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള ആദരവ്. അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും മതപരമായുള്ള ചടങ്ങുകളോട്, അതാണല്ലോ സെക്യുലർ ഒരു സംസ്കാരം, ഒരു മതേതര സംസ്കാരം എന്ന് വെച്ചാൽ മതങ്ങളെ നിഷേധിക്കുക, ഏതെങ്കിലും മതത്തിനെതിരായിട്ട് നിൽക്കുക എന്നുള്ളതല്ല, എല്ലാ മതങ്ങളെയും അവരുടെ ബഹുമാനത്തോടു കൂടി കാണുക എന്നുള്ളതാണ്. CP ജോൺ പറയുന്നിടത്ത് പെശകിയതായിട്ട് എനിക്ക് തോന്നിയത്, യഥാർത്ഥത്തിൽ ഇതിനോടുള്ള കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകൾക്കാണെങ്കിലും സോഷ്യലിസ്റ്റുകൾക്കാണെങ്കിലൊക്കെ ഉള്ള ഇതിനോടുള്ള എതിർപ്പ്, വന്ദേ മാതരത്തിനോടുള്ള എതിർപ്പ്, ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗാനമാണ്. ഈ ഗാനത്തിനകത്ത് ഉള്ള, അതായത് ആ നോവലിനകത്ത് ഒരു കമ്മ്യൂണൽ സംഘർഷം തന്നെയും, അതായത് ഇതര മതത്തിൽപ്പെട്ട ആളുകളെ ഹിംസിക്കാനുള്ള ആഹ്വാനമുണ്ട് എന്നാണ് വിമർശിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതര മതത്തിൽപ്പെട്ട ആളുകളെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഹിംസിക്കാനുള്ള ആഹ്വാനം നടത്തുമ്പോൾ അതിനോട് ഉപോത്ബലകമായിട്ട് നിൽക്കുന്നൊരു പാട്ടാണിത് എന്നതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെയും ഇതിനെ എതിർത്ത ആളുകളുടെയും ആ കാലം തൊട്ടേയുള്ള വിമർശം. വന്ദേ മാതരം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഇന്ന വരികൾ മാത്രം പാടിയാൽ മതി എന്ന് കോൺഗ്രസും അക്കാലത്തെ രാഷ്ട്രീയ ബുദ്ധിജീവികളും എല്ലാം ചേർത്ത് തീരുമാനമെടുത്തത് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്, അല്ലേ? ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അതറിയാത്ത പോലെയാണ് CP ജോൺ സംസാരിക്കുന്നത്. സത്യത്തിൽ CP ജോൺ ബുദ്ധിജീവിയാണ്, പക്ഷെ അദ്ദേഹം അറിയാത്ത പോലെയാണ് പറയുന്നത്. എനിക്കത് അത്ഭുതം തോന്നി. അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ മറന്നുപോയതാണോ? യഥാർത്ഥത്തിൽ ആ പാട്ടിൻ്റെ വന്ദേ മാതരം എന്ന ഗാനത്തിൻ്റെ അവസാന ഭാഗത്ത് ഭക്തിപരമായ അംശമുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ ഭക്തിപരമായ അംശം ആ നോവലിനകത്ത് ഉപയോഗിച്ചത് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് എതിർക്കപ്പെടേണ്ടത് എന്നാണ് അക്കാലത്ത് എതിർത്ത ആളുകൾ പറഞ്ഞത്. അപ്പോൾ വന്ദേ മാതരം നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. AR റഹ്മാൻ
വന്ദേ മാതരത്തിന് മ്യൂസിക് ഇട്ടത് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു മ്യൂസിക് അവിടെ വരും. വന്ദേ മാതരം നമ്മൾ ഹർഷം പറഞ്ഞ പോലെ എത്രയോ കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. എനിക്ക് ചൊല്ലാൻ അറിയാം, എല്ലാവർക്കും ചൊല്ലാൻ അറിയാം. പക്ഷേ അത് മുഴുവനായിട്ട് ചൊല്ലുന്നതിൽ ഈ പ്രശ്നമുണ്ട്. അതോട് ചേർത്താണ് ഹർഷം പറഞ്ഞ ആ പ്രശ്നം കൂടിയുള്ളത്. അതായത് ഇതിനകത്ത് ഹിംസാത്മകമായ ഒരു ആഹ്വാനം എന്ന നിലയ്ക്ക് ഈ നോവലിൽ ഉപയോഗപ്പെട്ടതുകൊണ്ട് ഇത് നമ്മുടെ സമ്പൂർണ്ണമായിട്ട് ഇതിനകത്തേക്ക് വരേണ്ടതില്ല, നമ്മുടെ സംസ്കാരത്തിനകത്ത് വരേണ്ടതില്ല അന്നത്തെ ആളുകൾ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയം മാറിയതുകൊണ്ട് ഇവർ ഇത് മുഴുവനായിട്ട് എടുക്കാമെന്ന് തീരുമാനിക്കുകയും അത് നിയമം ആക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ചൊല്ലേണ്ടതായിട്ട് വരും, കാരണം നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവിടെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളാ എതിർപ്പ് പറയേണ്ടി വരും. വി.ഡി. സതീശൻ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ ഇങ്ങനെ മീൻ വഴുക്കുന്ന പോലെ പോകാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ഇത് അധിഷ്ഠിതമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ബി.ജെ.പി. നേതാക്കൾ ബി.ജെ.പിയുടെ കാര്യം പറയും, അങ്ങനെ ഒരു സമൂഹത്തിൽ ചർച്ചയുണ്ടാകും. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു രാഷ്ട്രീയ ധാരണ രൂപപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശനും പറയണം, സി.പി. ജോണും പറയണം. ഇതൊരു ചർച്ചയായിട്ട്, അല്ലാതെ ഈ പറയുന്ന പോലെ അധികം ബഹളം ഉണ്ടാക്കാതെ നമ്മുടെ മാറ്റിനടിയിലേക്ക് വലിച്ചിട്ട് പോകാം എന്ന് വിചാരിക്കാവുന്നൊരു വിഷയമല്ല ഇത്. കാരണം കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. ഇക്കാര്യത്തെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, ചർച്ച ചെയ്യപ്പെടണം എന്നതാണ് അവരുടെ ആഗ്രഹം. ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഇതേ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞ് അത് സമൂഹത്തിൽ സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഈ നിലക്ക് അല്ലെങ്കിൽ വി.ഡി. സതീശന് അധികം ബഹളം ഉണ്ടാക്കേണ്ടത്, ഇത് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15-ാം തീയതി ചൊല്ലുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള പ്രശ്നം വരും. ഇപ്പോൾ തമിഴ്നാടിനെ മറികടക്കാൻ നോക്കുന്നത് തമിഴ് തായ് വാഴ്ത്ത ആദ്യം പാടട്ടെ, അപ്പോഴും മുഴുവനായിട്ട് പാടണമെങ്കിൽ പാടേണ്ടതായിട്ട് വരും. പക്ഷേ അതിനും മുകളിൽ തമിഴ് തായ് വാഴ്ത്ത് നിൽക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ മേൽനില പിടിക്കാൻ ഇതുകൊണ്ട് പറ്റിയേക്കും എന്നൊരു തോന്നലുകൊണ്ടാണ്. നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ ബദൽ ആലോചിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബോധേശ്വരൻ്റെ സ്വാതന്ത്ര്യ ഗീതം, അങ്ങനെ ഒരു ഗീതം, കേരള ഗീതം, ഇത് സംബന്ധിച്ചൊരു ആ തരത്തിലൊരു ആലോചനകളുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അങ്ങനെയൊന്നും ആലോചിക്കുന്നതായിട്ടേ കാണുന്നില്ല. കോൺഗ്രസ് തന്നെയും ഇത് പറഞ്ഞിരുന്നതാണ്, പക്ഷേ അങ്ങനെയൊന്നും ആലോചിക്കുന്നതായിട്ട് കാണുന്നേയില്ല. ഇപ്പോൾ സവർക്കറെ സംബന്ധിച്ചിടത്തോളം ചർച്ച വരണം എന്നാണ് ബി.ജെ.പി. വിചാരിക്കുന്നത്. കാരണം ഇതുവരെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നതല്ല, അദ്ദേഹം അവിടെ വലിയ ശിക്ഷ അനുഭവിച്ച ആളാണ്, അദ്ദേഹം ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച ആളാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന അഭിപ്രായം സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ CPM-കാരും CPI-കാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അത് 6 തവണ അദ്ദേഹം മാപ്പപേക്ഷ എഴുതിയെന്നത് അവരുടെ ബി.ജെ.പി. നേതാക്കൾ തന്നെയും പറയുന്നതാണ്. പക്ഷേ അത് സവിശേഷമായ സാഹചര്യത്തിലാണെന്ന് ന്യായീകരണമാണുള്ളത്. പക്ഷേ ഒരൊറ്റ തവണ പോലും 22-ാം വയസ്സിൽ ഭഗത് സിംഗ് ഇതേ മാപ്പപേക്ഷ എഴുതാൻ തയ്യാറാവാതെയാണ് ഈ തൂക്കുമരത്തിലേക്ക് പോയത് എന്നതാണ് ഇതിനെ എതിർക്കുന്ന ആളുകളുടെ പല ന്യായങ്ങളിലൊന്ന്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ വരും. അപ്പോൾ ആ രാഷ്ട്രീയ വിഷയങ്ങളോട് ഇങ്ങനെ അതൊരു ഭക്തിഗാനമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈലൻ്റായിട്ട് ഇളം തന്നൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് CP ജോണിനും താൽക്കാലികമായിട്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വി.ഡി. സതീശനും പോകാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ ഉറച്ച് തങ്ങളുടെ രാഷ്ട്രീയം ഇന്നതാണെന്ന് പറയേണ്ടുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വരും ദിവസങ്ങളിൽ ചർച്ച